الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും നിരത്തിലുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമോ, ഇതാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന മാനസിക വിഷമം എന്ന് നമ്മൾ പറയുന്നു. ഏതൊരു മാനസിക വിഷാദത്തിന്റെയും വിഷമത്തിന്റെയും പിന്നിലുള്ളത് ഈ രണ്ട് വികാരങ്ങളാണ്. ഒന്നില്ലെങ്കിൽ എന്തോ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖം, അതുമല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഭയം. ഈ രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന വികാരങ്ങൾ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആകസ്മികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മരണവാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇത്തരം മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്ന കാര്യമാണ്, ഇവരുടെ ബന്ധുക്കൾ എങ്ങനെ സഹിക്കും, എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയും. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറക്കും, വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ മറക്കൂല എന്നാണ് അവർ നമ്മളോട് പറയുന്ന മറുപടി. സത്യത്തിൽ ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ പിടികൂടി കഴിഞ്ഞാൽ ശാരീരിക രോഗങ്ങളെപ്പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാൻ, ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് നമുക്കറിയാം, അത് സമാധാനത്തിനാണല്ലോ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ. ഈ ഖുർആൻ ഞാൻ നിനക്ക് തന്നത് നിന്നെ കഷ്ടപ്പെടുത്താനല്ല, നിന്നെ വിഷമിപ്പിക്കാനല്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അതിന്റെ എതിരായ ഒരു അർത്ഥം കൂടെ, ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കഷ്ടപ്പെടുത്താനല്ല, വിഷമിപ്പിക്കാനല്ല ഖുർആൻ തന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം നിനക്ക് സമാധാനവും സന്തോഷവും മനഃശാന്തിയുമൊക്കെ പകർന്നു തരാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. സത്യത്തിൽ ഖുർആൻ ഓതിപ്പോകുന്ന സന്ദർഭത്തിൽ ചില ആയത്തുകൾ
നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം മാനസിക വിഷമങ്ങളിൽ നമുക്ക് വളരെ വലിയ കരുത്തും ആശ്വാസവും പകരാൻ അത്തരം വചനങ്ങൾക്ക് പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എപ്പോഴും ഒരു സമാധാനവും സന്തോഷമൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാകുന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ജീവിതത്തിൽ വന്നാൽ അത് എൻ്റെ തകരാറ് കൊണ്ടാണ്, ഞാൻ മുൻപ് ചെയ്ത ദോഷങ്ങളുടെ ഫലമാണ്, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും അതിലില്ല. കാരണം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാർ പ്രവാചകന്മാരുടെ ദുഃഖത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ദുഃഖം ഉണ്ടായി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും വലിയ ദുഃഖമുണ്ടായി. കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുമാറ് വിഷമത്തിലും ദുഃഖത്തിലും അകപ്പെട്ട ഒരു മഹാപ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ യൂസുഫ് നബിനെ കൊണ്ടുപോകാൻ വേണ്ടി ജ്യേഷ്ഠന്മാർ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, കാല ഇന്നീ ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി. നിങ്ങൾ അവനെ കൊണ്ടുപോകാറിനാൽ എനിക്ക് ദുഃഖമുണ്ടാകും, അവനെ കൊണ്ടുപോകാൻ എനിക്ക് സങ്കടാണ്. വഅഖാഫു അൻ യഅകുലഹു ദിബ് വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ അശ്രദ്ധരായിരിക്കെ അവനെ വല്ല ചെന്നായും തിന്നുപോയാലോ എന്നുള്ള പേടിയും എനിക്കുണ്ട് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖമുണ്ടായിട്ടുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. ഈ വിശുദ്ധ ഖുർആനും അതുകൊണ്ട് വന്ന സന്ദേശങ്ങളും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ട്, ഇവരൊന്നും ഇത് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ട് നീ നിന്റെ ജീവിതത്തെ അപകടപ്പെടുത്താറായേക്കാം. അപ്പൊ ഇത് ഏതെങ്കിലും ആൾക്കാർക്കില്ല, അല്ല, ഞമ്മക്കെല്ലാവർക്കും ഉള്ളതാണ്. ഈ ജീവിതത്തിന്റെ ഭാഗമാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യന് സമാധാനവും സമാശ്വാസവും നൽകാനാണ്. നബിയോട് അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. നബിയെ, എനിക്കറിയാം ഇവർ നിന്നെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നിമിത്തം നിന്റെ മനസ്സ് വല്ലാതെ ഇടങ്ങേറാകുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നീ നിന്റെ റബ്ബിനെ സ്തുതിക്കുക, അവരെ പ്രകീർത്തിക്കുക, നീ സാഷ്ടാംഗം ചെയ്യുന്നവരിൽ ഉൾപ്പെടുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ നീ ആരാധന നിരതനായി കഴിച്ചു കൂട്ടുക എന്ന് അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ദിക്റുകളും ദുആകളും നിസ്കാരങ്ങളും സുജൂദുകളുമെല്ലാം മനസമാധാനത്തിനും ആശ്വാസത്തിനും ഉള്ളതാണ് എന്നല്ലേ ആ വചനത്തിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അപ്പൊ വിശുദ്ധ ഖുർആൻ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും, പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരും. അതിലൊരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത്, സൂറത്തു തൗബ 51-ാമത്തെ ആയത്ത്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആൾക്കാരെന്താ ചോദിക്കാറ്, നിങ്ങൾ എനിക്ക് എന്തേത് വരാൻ? അതിന്റെ ഉത്തരം അള്ളാഹു പറഞ്ഞു. ആ ഉത്തരത്തുമ്പോൾ നിന്നാ മതി, വേറൊന്നും ഞാൻ ആലോചിക്കേണ്ട. അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു, നമുക്ക് വന്നു, മക്കൾക്ക് വന്നു, കുടുംബത്തിന് വന്നു, സമ്പത്തിന് വന്നു, ആരോഗ്യത്തിന് വന്നു. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹ് നിശ്ചയിച്ചതല്ലാതെ, അവന്റെ ലൗഹുൽ മഹ്ഫൂളിൽ എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കും. അള്ളാഹുവിന്റെ രേഖയിൽ ഇല്ലാത്തൊരു കാര്യം വന്നാലല്ലേ സുഹൃത്തുക്കളെ ആലോചിക്കൊണ്ടുള്ളൂ. രേഖയിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വന്നു? രേഖയിലുള്ളത് കൊണ്ട് വന്നു. ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച, അല്ലെങ്കിൽ എല്ലാ വർഷത്തിലെയും നിർണയത്തിന്റെ രാത്രികളിൽ കുറിച്ചു വെച്ച നമ്മുടെ കലാകതിറുകളില്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത്, ആ എഴുതി വെച്ചതിന്റെ സമയവും സെക്കൻഡുമാകുമ്പോൾ ഒരലാറം മുഴങ്ങുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെത്തും. അപ്പൊ എന്തേ വരാൻ, എന്തേ എനിക്ക് വരാൻ? അല്ലാഹു പറയാണ്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നിശ്ചയിച്ചതേ ഞങ്ങൾക്ക് വരുള്ളൂ. എന്നിട്ടോ അങ്ങനെ വരുത്തിയാൽ നമുക്കിഷ്ടല്ലെങ്കിൽ നമ്മൾ എന്താ സുഹൃത്തുക്കൾ അതിനെതിരായിട്ടാണ് ചിന്തിക്കേണ്ടത്. അല്ല, അപ്പോഴും നമ്മൾ പറയണത് എന്താ അറിയോ? ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ,
അള്ളാഹുവിൽ സത്യവിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ. രക്ഷകനാണ് അല്ലാഹ്. ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തരുന്ന റബ്ബന്നെയാണ്, നമ്മുടെ കാവൽക്കാരനും നമ്മുടെ സംരക്ഷകനും. അതുകൊണ്ട് നമ്മക്കെന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കൊന്നും കഴിയൂലല്ലോ, ഞാൻ നിസ്സഹായനാണല്ലോ, ഇതിന് പരിഹാരമില്ലല്ലോ, ഇതിന് മരുന്നില്ലല്ലോ എന്നൊന്നും പറയല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന്റെ പ്രശ്നം അല്ലാഹ് പരിഹരിക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാന്റെ അടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. എത്ര നല്ലൊരു വാക്കാണത്. രോഗം വന്നോ? ഈ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തീരുമാനമോ. എന്റെ മകനെ അള്ള കൊണ്ടോയോ, എന്റെ ഭർത്താവിനെ അള്ള കൊണ്ടോയോ, എന്റെ ഭാര്യയെ അള്ള കൊണ്ടുപോയോ, ഒരു തീരുമാനമുണ്ട് അള്ളാഹുവിന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ചാൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. വേറൊന്നും അന്വേഷിക്കണ്ട, അള്ളാഹുവിൽ ഏൽപ്പിച്ചവന് അല്ല മതി എന്നാണ്. എല്ലാ കാര്യത്തിനും അള്ളാന്റെ അടുക്കൽ ഇന്നല്ലാഹ ബാലിഗു അംരിഹി, ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാറ്റിനും അള്ളാഹു ഒരു ഖദർ വെച്ചിട്ടുണ്ട്. ഒരായത്ത് അതാണ് സുഹൃത്തുക്കൾ. രണ്ടാമത്തെ ഒരായത്ത് സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്താണ്. ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് വായിച്ചാൽ ആവശ്യം വരും. ഇതൊന്നും ആവശ്യം വരാത്തൊരു മനുഷ്യനുമില്ല സുഹൃത്തുക്കൾ. ഈ ചോദ്യങ്ങളൊന്നും മനസ്സിൽ വരാതെ ഒരാളും ഇവിടുന്ന് കണ്ണ് ചിമ്മി പോവില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി. എന്താണ് ഈ വാക്കിന്റെ ഒക്കെ ആശയങ്ങൾ ആലോചിക്കുക നിങ്ങൾ? അതായത് ഓരോരുത്തരും തന്റെ ജീവസന്ധാരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് എവിടെ പോയിട്ടാണ് അടങ്ങുന്നത്? നമ്മൾ എവിടെ കടന്നുറങ്ങുന്നത്? എല്ലാ ജീവികളും രാപ്പാർക്കുന്നത് എവിടെ? അവർ മടങ്ങിച്ചെല്ലുന്നത് എവിടേക്ക്? ആ താവളം അല്ലാഹ് കണ്ടിട്ടുണ്ട് എന്നാണ്. ഏതിലൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതെന്നും അള്ളാഹുവിന് അറിയാം. ഒരു ഭൂമിയിൽ ഒരു ജീവിയും തന്നെയില്ല, അതിന്റെ മുഴുവനും ഉപജീവനം റിസ്ക് അള്ളാന്റെ അടുത്താണ്. അള്ള ഏറ്റെടുത്തു എന്നാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഞാൻ മരിച്ച എന്റെ കുട്ടികൾ എന്താ ചെയ്യുക? ഒന്നും ഒക്കെ പടച്ചോനേറ്റ്. മനുഷ്യന്റേത് മാത്രല്ല കേട്ടോ, കടലിൽ കിടക്കുന്ന കോടാനകോടി ജീവജാലങ്ങളുടെ റിസ്ക് അള്ള ഏറ്റിട്ടുണ്ട്. അവിടെ സുഹൃത്തുക്കളെ ഒന്നും വരൂല, ഒന്നും സംഭവിക്കൂല. നമ്മൾ അള്ളാഹുവിൽ വരവേൽപ്പിച്ചാൽ അള്ളാഹു എല്ലാം. അവൻ യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, ഇവിടെ ചെന്നടങ്ങുന്നെന്നവനറിയാം. അതിന്റെ താമസസ്ഥലവും അതിന്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അള്ളാഹുവിനറിയാം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ളൊരു ജീവിയാണോ നമ്മളെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം അള്ള ഏറ്റിട്ടുണ്ട്, നമ്മളെ റിസ്കിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. അതിനൊക്കെ ഒരു പരിഹാരം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അള്ളാഹുവിന്റെ അറിവോടുകൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്താണ്. ഇനിയിപ്പോ അള്ളാഹുവിന്റെ അടുത്ത് കണക്കില്ലാതെ തരാൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ, കവാടങ്ങൾ അതല്ല കണക്കില്ലാതെ തരും. അപ്പൊ ആരും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? 10-50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടി വരാതെ, ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോ വീടും ആഗ്രഹിച്ചപ്പോ വിവാഹവും ആഗ്രഹിച്ചപ്പോ മക്കളും ഒക്കെ കിട്ടിയപ്പോ ആരെങ്കിലും ചോദിച്ചു, എന്തിനാ പടച്ചോ ഇതൊക്കെ പാടെ എനിക്കിങ്ങനെ തരുന്നത്? എന്താ എനിക്ക് പടച്ചോനൊരു ബുദ്ധിമുട്ടും തരാത്തത് എന്നാരും ചോദിച്ചില്ല. ജീവിതത്തിൽ എത്രയോ ആയുഷ്കാലത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു പരീക്ഷണം തന്നപ്പോ ചോദിച്ച്, എന്തിനാ പടച്ചോൻ ഇതെനിക്ക് തന്നത്? ഒക്കെ പടച്ചോനെന്നല്ലേ തരുന്നത്? എന്തേ അപ്പൊ ചോദിക്കാനെന്ന് സുഹൃത്തുക്കളെ? ദശാബ്ദങ്ങളോളം ഒരു തടസ്സവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ എന്തേ ചോദിക്കാതിരുന്നത്? അള്ള പറയണോക്കങ്ങള് മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മ, അള്ളാഹു ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കും. അങ്ങനെ തുറന്നാൽ പല മുംസിക്കലഹ, പടച്ചോനൊരാൾക്ക് ഇങ്ങനെ കാരുണ്യം ഒഴുകിക്കൊടുക്കുമ്പോൾ ആർക്ക് തടുക്കാൻ പറ്റിയ? ഏതെങ്കിലും അസൂയക്കാരന് തടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ? ബന്ധുക്കൾക്ക് തടുക്കാൻ പറ്റും, ശത്രുക്കൾക്ക് തടുക്കാൻ പറ്റും. അതൊരു തടസ്സമല്ലാതെ നമ്മക്കല്ല വിധിച്ചത് നമ്മളിൽ തന്നെ വരും. നമുക്ക് വിധിച്ച ദോഷങ്ങളും നമുക്ക് വിധിച്ച രോഗങ്ങളും നമുക്ക് തന്നെ വരുന്ന പോലെ
അള്ള വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കൽ തന്നെ വരും. വമാ യുംസികു ഫലാ മുർസില ലഹ്. ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്ബറയിലോ മക്കാമിലോ ഔലിയാക്കന്മാരത്തെ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂല. പടച്ചോൻ തടഞ്ഞ് തരണമെങ്കിൽ പടച്ചോനേക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെയുണ്ട്. പടച്ചോൻ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനേക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. പിന്നെ ആ ഓട്ടം വെറുതല്ലേ, ആ നേർച്ച വെറുതല്ലേ, ആ ഭണ്ഡാരപ്പെട്ടിയിലിട്ട പൈസ വെറുതല്ലേ, ആ ജാറം മൂടിയ തുണി വെറുതല്ലേ സുഹൃത്തുക്കളെ? അള്ള തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലർ? വമാ യുംസികു ഫലാ മുർസില ലഹു. അള്ള തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല. വഹുവൽ അസീസുൽ ഹക്കീം. അവൻ അഗാധജ്ഞനും പ്രതാപശാലിയുമാകുന്നു. അപ്പോ നമുക്ക് എന്തേ മാർഗമുള്ളൂ? കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക, അവനേറ്റവും പ്രിയപ്പെട്ടവനാവുക. നമ്മളെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ലാന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആ അള്ളാഹുവിലേക്ക് അടുക്കല്ലാത്ത മറ്റൊരു പരിഹാരമാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നാണ്. പിന്നെന്താ? എന്തു വന്നാലും ഉറപ്പിച്ചോളൂ, എന്തു വന്നാലും അതിനുള്ള പരിഹാരം എന്താ അറിയും? അത് പരിഹരിക്കാനുള്ള പണം ഉണ്ടാക്കലല്ല സുഹൃത്തുക്കൾ, അത് പരിഹരിക്കാൻ ആളെ കൂട്ടലല്ല. എന്തു വന്നാലും അതിന്റെ പരിഹാരം തരാം. ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്കുക, അത് പരിഹാരമാണെന്ന്. ക്ഷമ പരിഹാരമാണെന്ന പഠനം. ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകും. എന്ത് പ്രശ്നം വന്നോ അതിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ? രോഗം വന്നു, ചികിത്സിക്കണം. പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കലാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. നീ ക്ഷമിക്ക്, അവരെന്തോ പറഞ്ഞോട്ടെ, നിനക്ക് വിഷമമുണ്ടാവും, നീ ക്ഷമിച്ചു. അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യാം. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും മുമ്പ് അദ്കാറുകൾ, ദിക്റുകൾ. ആ രാവിലെയും വൈകുന്നേരം ദിക്റൊന്ന് നിർത്തിച്ച് ഒന്ന് അർത്ഥം നോക്കിക്കോളൂ. നമുക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ, രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ക്ഷമിച്ചാൽ മതി. ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവര് ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളവരാണ് എന്നവർ പറയുന്നതാണ്. അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്ത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഫലൈസ ലനാ മിൻ അൻഫുസിനാ വ അംവാലിനാ ശൈഉൻ. ഞങ്ങളുടെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശമില്ല. എല്ലാം അള്ളയാണ്. ഇതുമ്മ എന്ത് നടക്കണം, നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം, നമ്മളെ തടിമ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്ക പടച്ചോനാണ് എന്നാണ്. ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിന്റെ ഉള്ളടക്കം അതാണ്. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിച്ചാൽ മതി. നമുക്ക് എന്ത് വന്നാലും നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമയാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. അപ്പൊ ഈ ആയത്തുകളും ഇതിന്റെ ആശയങ്ങളും ഒക്കെ ആലോചിക്കുക. പിന്നെന്താ അറിയും, വേറൊരാൾക്ക് വിഷമം വരുമ്പോൾ നമ്മക്ക് ചിലത് ചെയ്യാണ്ട് സുഹൃത്തുക്കൾ, നമ്മക്ക് ചിലത് ചെയ്യാൻ. രോഗിനെ സന്ദർശിക്കണ എന്തിനാണ്? രോഗിനെ സന്ദർശിക്കണ എന്തിനാണ്? അയാളുടെ രോഗത്തിന് അയാൾക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ സന്ദർശനം അയാളുടെ വിഷമങ്ങൾക്കൊരു ആശ്വാസം നൽകും, അതൊരു പിന്തുണയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്ക് ചിലത് ചെയ്യാൻ, അത് നമ്മൾ മനസ്സിലാക്കണം. നബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരു ചെറിയ സഹോദരനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തൊരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി ചത്തുപോയി. അപ്പോൾ അവന് ഭയങ്കര വിഷമായി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞ് അവന്റെ അടുത്ത് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, യാ അബാ ഉമൈർ മാ ഫഅല ലുഗൈ. എന്തേ അന്റെ പക്ഷിക്ക് പറ്റിയത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ആശ്വാസം, ഒരാൾക്കൊരു വിഷമം ചേരുമ്പോൾ ആ വിഷമത്തിൽ പങ്കുചേരുക, ആ ദുഃഖം നമ്മുടേതുമായി മാറുക. അപ്പൊ അയാൾക്ക് ആശ്വാസം. ഇത് നമ്മക്ക് ചെയ്യാനുള്ളതാണ്. മറ്റൊരു വിഷമവും ബുദ്ധിമുട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ചെറിയൊരു പിണക്കുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ആശ്വസിപ്പിക്കുന്ന സന്ദർഭം കാണാൻ പറ്റും.
ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു എന്ന മാതാവ് അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാൻ പറ്റും. ചരിത്രത്തിൽ ഒട്ടേറെ കാണാൻ പറ്റും. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും നിലക്ക് പ്രതീക്ഷകൾ നൽകാൻ പറ്റും. നമുക്ക് അവർക്ക് പ്രതീക്ഷകൾ നൽകും. അവിടെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പ്രതീക്ഷകൾ. മൂസാ നബിന്റെ ഉമ്മനോട് അള്ളാഹ് പറയണ്ടല്ലോ, വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ, കുട്ടിക്ക് മുല കൊടുത്തു. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം, നിനക്ക് അവൻ എന്തെങ്കിലും സംഭവിക്കും, ആൺകുട്ടികളെയൊക്കെ കൊല്ലുമല്ലോ, അങ്ങനെ പേടിണ്ടെങ്കിൽ അവനെന്ത് ചെയ്യുക, ആ പുഴയിൽ കൊണ്ടുപോയി നീ അവനിട്ടു. വലാ തഖാഫി വലാ തഹ്സനി, വെറുതെ പേടിക്കും ദുഃഖിക്കും വിഷമിക്കൊന്നും വേണ്ട. എന്നിട്ട് പ്രതീക്ഷ കൊടുക്കാൻ, ഇന്ന റാദ്ദൂഹു ഇലൈക്, നിന്റെ മോൻ നിന്റെ അടുക്കൽ എന്നെ വരും. അത് പ്രതീക്ഷയാണ്. പ്രതീക്ഷകൾ വിഷമഘട്ടങ്ങളിൽ വലിയ ആശ്വാസമാണ്. നമ്മുടെ രോഗത്തിനൊരു മരുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണല്ലോ, ആശ്വാസം. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, സാമ്പത്തിക എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതൊരു പ്രതീക്ഷയാണ്. പ്രതീക്ഷകൾ മറ്റുള്ളവരുടെ അസമാധാനങ്ങളിലും അശാന്തിയിലും എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പങ്കുചേരാൻ പറ്റുമോ എന്ന് ആലോചിക്കുക സുഹൃത്തുക്കൾ. നമുക്ക് ചെയ്യാണ്ട് നമ്മുടെ വിഷമങ്ങൾ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഭക്ഷണം, അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള, കുറക്കുക എന്നുള്ളത് ശരീരത്തിന് നല്ലതാണെന്ന് പറയില്ലേ. എന്ന മാതിരി പാപങ്ങൾ കുറക്കുന്നത് മനസ്സിന് നല്ലതാണ്. തെറ്റുകൾ കുറഞ്ഞാലും തരും മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും. തെറ്റുകളുടെ അളവ് കൂടുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമുണ്ടാവും. തൗബ, അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങും. ഓതിയിട്ടോ പഠിച്ചിട്ടോ ഏതെങ്കിലും നിലക്കാണോ ഖുർആനിന്റെ തണലിൽ നിൽക്കാൻ പറ്റുക, അത് ഭയങ്കര മനസ്സമാധാനവും ആശ്വാസവും. ഒരു കാര്യവും അമിതാകാതെ, കുറേ സംസാരിച്ചാൽ തന്നെ മനസ്സിന് ടെൻഷൻ വരും. വെറുതെ ഇങ്ങനെ വർത്താനം പറയാം, ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കും, ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കും, ആവശ്യമില്ലാതെ പണം ചെലവഴിക്കും, ഒക്കെ ടെൻഷൻ ഉണ്ടാവും. എല്ലാം അതിന്റെ ആവശ്യകതയിൽ നിന്ന് ചെയ്യാൻ കഴിയുക. ഇപ്പൊ ചിലതൊക്കെ നമ്മുടെ മനസ്സിന്റെ അനാവശ്യമായ ആകുലതകൾ ഒഴിവാക്കാൻ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ. മനസ്സമാധാനമാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം, മനസ്സമാധാനമാണ് വിശുദ്ധ ഖുർആൻ ലക്ഷ്യം. ഇനി എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും സമാധാനത്തിന്റെ സ്വർഗം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. എല്ലാ ദുരിതങ്ങളും സ്വർഗം കിട്ടാൻ എളുപ്പമാണ്. ആ സ്വർഗം വലിയൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് എത്ര വലിയ നിരാശകൾ കടുത്തു വരുമ്പോഴും, മരണം മുന്നിൽ കാണുമ്പോഴും എന്നും സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന മരണമില്ലാത്ത ഒരു സ്വർഗം നമുക്ക് സമാധാനവും സമാശ്വാസവും നൽകുന്നതാണ്. അള്ളാഹു മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈദുൽ ഫിത്തർ ഏറ്റവും ഗംഭീരമാകുന്നത് ആ നോമ്പിന്റെ പവിത്രതയും അതിന്റെ പരിപൂർണതയും അനുസരിച്ചാണ്. ഈദുൽ അദ്ഹ ഏതാനും ദിവസങ്ങളെ കൊണ്ട് സമാഗതമാകാൻ പോകുമ്പോൾ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ബലി തന്നെയാണ്. അപ്പോ ഏതെങ്കിലും നിലക്ക് ഉൽഹിയ്യത്തിൽ പങ്കാളികളാകാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ അമില ബിൻ ആദം യൗമൻ നഹ്രി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ഹിറാഖത്തി ദം. രക്തം ചിന്തുന്നതിനേക്കാൾ, ബലി അറുക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യകർമ്മം യൗമുൻ നഹറിന്റെ അന്ന് ചെയ്യാനില്ല എന്നാണ്. വ ഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വ അദ്ലാഫിഹാ വ അശ്ആരി. നമ്മൾ അറുത്ത അതിന്റെ രോമങ്ങൾക്കനുസരിച്ച്, അതിന്റെ നഖങ്ങൾക്കനുസരിച്ച്, അതിന്റെ കൊമ്പുകൾക്കനുസരിച്ച് വന്നാൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹു നാളെ പരലോകത്ത് പ്രതിഫലം തരുന്ന. മാത്രമല്ല, ആ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന. അതുകൊണ്ട് ആത്മാർത്ഥമായ ബലി നിർവഹിക്കാൻ, ആളുകളെ കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ. നമുക്ക് യാതൊരുവിധ എക്സ്ക്യൂസും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് സംഘടിതമായ ബലികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. മറ്റൊരു എണ്ണത്തെ അറക്കണമെങ്കിൽ 50,000 60,000 അടുത്ത് വേണം. ഒരാടറക്കാനും ഒരു 10,000 20,000 25,000 വേണം. അപ്പോൾ ഒരു 10 റുപ്യ ഒരാളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ പങ്കാളിയാവാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് അങ്ങനെയല്ലേ? 7 ആൾക്ക് വരെ ഒരു ഉരുവിൽ പങ്ക് ചേരാൻ പറ്റും. ഒരു 9,000-ത്തിന്റെയും 10,000-ത്തിൻ്റെയൊക്കെ ഇടക്കാണ് അങ്ങനെ ചെലവ് വരുന്നത്. അതൊക്കെ ഒരു പക്ഷെ നമ്മൾ വിചാരിച്ചാൽ വർഷത്തിലൊരു 10,000 റുപ്യല്ലേ എല്ലാവർക്കും ബലിയിൽ ഭാഗവാക്കാകാൻ കഴിയും. ആളുകളൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ്
അതിൻ്റെ മാംസത്തിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്നത് പാവപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഘോഷം, പെരുന്നാൾ, അന്ന് ആ മാംസം പ്രധാനമാണ്. അതിന് ശേഷമുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൊക്കെ അവർക്ക് നന്നായി ഭക്ഷിക്കാനുള്ള ഒരു സമയം തന്നെ ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പങ്കുചേരണം എന്ന് ഓർമ്മപ്പെടുത്താണ്. വളരെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടും കൂടെ എല്ലാ നന്മകളിലും മുന്നിൽ നിൽക്കുവാൻ, അത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കേണ്ടത് റഹ്മാൻ. ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കുവാനുള്ള ഈമാനും ക്ഷമയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين. اللهم صل على